شهر رمضان الذي أنزل فيه القرآن شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. സ്നേഹധന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനും കേൾക്കുവാനും നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ പവിത്രതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ കേൾക്കാനും
അറിയാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. വളരെ ഗൗരവത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടവരുമാണ് നമ്മൾ. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ നോമ്പിൻ്റെതായ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിലാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്താനാണ് ഇൻഷാല്ലാഹ് വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വേള നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു കഠിനമായ ചൂട് കൊണ്ട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. വീട്ടിൽ എസിയും ഫാനും കൂളറും ഒക്കെ വെക്കുന്നതിനെ കുറിച്ച് ആളുകൾ നേരത്തെയുള്ളതിനേക്കാളേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പീഡികത്തിണ്ണയിൽ 4 ആള് കൂടിയാൽ അവർക്ക് സംസാരിക്കാനുള്ളത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂടാണ്. ഇന്ന് രാവിലെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 2-3 സുഹൃത്തുക്കൾ പറഞ്ഞത് രാത്രി ഉറങ്ങാൻ കഴിയാത്ത വിധം ചൂട് പ്രയാസത്തിലാക്കുന്നുണ്ട് അല്ലേ. ഒക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. വിശ്വാസികളെ, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ചില കാലങ്ങളിൽ ഇങ്ങനെ ചൂട് കൂടാനുള്ള കാരണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസിക്ക് പഠിക്കാനുള്ള പാഠമെന്ന്? ശാസ്ത്രീയമായി ഈ വർദ്ധിച്ചു വരുന്ന ചൂടിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കപ്പുറത്ത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനില്ലാത്ത വിധം ശാസ്ത്രലോകം കൈമലർത്തുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനമായി പുറത്തു വന്ന ഒരു റിപ്പോർട്ട് മധ്യ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ചൂടിന്റെ കാരണമെന്നാണ്. സാധാരണ ചൂടിനെ കുറിച്ച് ഓസോൺ പാളിയും വെയിലും ഒക്കെ നമ്മൾ പറയലുണ്ടെങ്കിലും അവസാനത്തെ കണ്ടുപിടുത്തം അതല്ലെങ്കിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശാസ്ത്രലോകം പറഞ്ഞത് 10-15 വർഷത്തെ ചൂട് പരിശോധിച്ചാൽ ഈ വർഷത്തെ ചൂടിനേക്കാൾ അധികമാണ് അടുത്ത വർഷത്തെ ചൂട്. അങ്ങനെ ഓരോ വർഷവും ചൂട് കൂടി വരികയാണ്. അതിന് കാരണം എൽ നിനോ പ്രതിഭാസമാണ്. അത് വിശദമായി ശാസ്ത്രലോകം സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായി ഓരോ വിഷയങ്ങൾക്കും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോഴും വീട്ടിൽ AC വെക്കാനും ഫാന് വെക്കാനും പറയുന്നതിനപ്പുറത്ത് ഈ പ്രകൃതിയിൽ ഈ സംവിധാനിക്കപ്പെട്ട ചൂട് അതിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് പറയാനില്ല. എന്നാൽ ഒരു വിശ്വാസി വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ ഹദീസുകളിലൂടെ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അവന് മനസ്സിലാക്കാൻ കഴിയും. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ അകല ബഅദി ബഅദാ. നരകം അതിന്റെ റബ്ബിനോട് ആവലാതി പറഞ്ഞു, പരാതി പറഞ്ഞു. എന്താണ് പരാതി? അകല ബഅദി ബഅദാ, എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തിന്നു തീർക്കുകയാണ്. ചൂട് അധികമായിട്ട് അത് തിളച്ചു മറിഞ്ഞിട്ട് നരകം തന്നെ അല്ലാഹുവിനോട് പരാതി പറഞ്ഞു. നരകത്തിന്റെ ചൂട് നരകം തന്നെ റബ്ബിനോട് പരാതിയായി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅദിന ലഹാ ബിനഫസൈൻ,
ആ നരകത്തിന് അല്ലാഹ് 2 നെടുവീർപ്പിടാൻ അവസരം നൽകി. നരകത്തിന്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നരകത്തിനോട് അല്ലാഹ് 2 ശ്വാസം വിടാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതികഠിന ചൂടുള്ള കാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ 1 നെടുവീർപ്പാണ്. അതുപോലെ തന്നെ അതികഠിനമായ ശൈത്യമുള്ള കാലത്തെ തണുപ്പുണ്ടല്ലോ, ആ തണുപ്പും നരകത്തിന്റെ മറ്റൊരു നെടുവീർപ്പാണ്, ശ്വാസം വിടലാണ്. അപ്പോ ഈ ഹദീസിനെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്ന മുഹദ്ദിസുകൾ പറയുന്നത്, നരകത്തിന്റെ 1 നെടുവീർപ്പ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഭൂമിയിലെ ഏറ്റവും കഠിനമായ ചൂടിന് കാരണമായി തീരുമെങ്കിൽ ഒരു വിശ്വാസി ഓർക്കേണ്ടത്, അല്ലാഹു മനുഷ്യന് ചെറിയ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ചൂട് എത്ര കൂടുന്നുവോ അത്രയും അവന്റെ മനസ്സിലേക്ക് ഈമാൻ കയറി വരണം. കാരണം നരകത്തിന്റെ 1 നെടുവീർപ്പിന് ഇത്രമാത്രം അസഹനീയമായ ചൂടുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ നരകം എത്ര ഭീകരമായിരിക്കും, ഇത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയണം. രണ്ടാമത്തത്, നരകമെന്ന് പറയുന്നത് ചൂട് എന്ന ഒരു ശിക്ഷ മാത്രമുള്ള സംവിധാനമല്ല, കഠിനമായ തണുപ്പ് കൊണ്ടും നരകത്തിൽ ശിക്ഷിക്കപ്പെടുമത്രേ. അതുകൊണ്ടാണ് നരകത്തിന്റെ മറ്റൊരു നെടുവീർപ്പാണ് ഭൂമിയിലെ തണുപ്പെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഭൂമിയിൽ കഠിനമായ തണുപ്പ് കൊണ്ട് ഐസ് പോലെ വെള്ളം മാറുന്ന സ്ഥലങ്ങളിലെ തണുപ്പ് മനുഷ്യന് സഹിക്കാനാകാതെ മനുഷ്യർ മരിച്ചു വീഴാറുണ്ട്. എങ്കിൽ ആ നരകത്തിന്റെ തണുപ്പ് എത്ര കഠിനമായിരിക്കും അല്ലേ? അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചൂട് കൂടി 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 വരുമ്പോ അവന്റെ ഈമാൻ അവൻ പുനഃപരിശോധിക്കുവാനും അവന്റെ ജീവിതത്തിലെ അബദ്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും സ്വന്തം സംസ്കരണത്തിനു വേണ്ടി മനസ്സിനെ വിമലീകരിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുവാനും അവൻ പരിശ്രമിക്കുമെന്നാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണോ സഹോദരങ്ങളെ? ഒരു വേള നമ്മൾ ആലോചിക്കുക, ഈ ഹാളിൽ നമുക്ക് കഠിനമായ ചൂടുണ്ടെങ്കിൽ ഈ ഫാനുകൾ ഇട്ട് നമ്മൾ അതിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഇതിനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയാൽ, ഇന്നലെ മണ്ണാർക്കാട് നടന്ന വിജ്ഞാനവേദിക്ക് ശേഷം ആലോചിക്കുന്നത് അവിടെ എങ്ങനെ കൂളർ ഫിറ്റ് ചെയ്ത് ആളുകളെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നാണ്. അതിനും പറ്റുന്നില്ലെങ്കിൽ ആ ഹാളിൽ എങ്ങനെ AC സംവിധാനിക്കാമെന്ന് നമ്മൾ ആലോചിക്കും. ഇതൊന്നും കഴിയാത്ത സാധാരണക്കാരനാണെങ്കിൽ അവന്റെ കിടത്തം വരെ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റും. വീടിന്റെ മുറ്റത്ത് പ്രത്യേകം സംവിധാനിച്ച കട്ടിലുകളിലും കസേരകളിലും രാത്രിയും പകലും കഴിച്ചുകൂട്ടാൻ നമ്മൾ ശ്രമിക്കും അല്ലേ? എന്തേ കാരണം? ഭൗതികമായ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ് അല്ലേ? ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി അതിന് കിട്ടും. എന്നാൽ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നരകം എത്ര ഭീകരമെന്ന് പഠിപ്പിച്ചിട്ടും ആ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് നമ്മൾ സ്വീകരിച്ചത് അല്ലേ? ഖുർആൻ പറയുന്നത് ഭയാനകമായ ആ നരകത്തെ കുറിച്ച് പറയുമ്പോ ഖുർആൻ പറയുന്നു, കത്തിയാളുന്ന നരകം എന്ന് പറഞ്ഞിട്ടല്ല പറയുകയാണ്, അത് മനുഷ്യന്റെ തലയോട്ടിയെപ്പോലും കരിച്ചു കളയാൻ കഴിയുന്നതാണ്. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ആ നരകം എങ്ങനെയാണ്? അതേ വേണ്ട, കത്തിയാളുന്ന അഗ്നിയാണ്, കത്തിയാളുന്ന നരകാഗ്നിയാണത്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, മനുഷ്യന്റെ തലയോട്ടിയെപ്പോലും ഉരിച്ചു കളയുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന അവന്റെ ആന്തരികാവയവങ്ങളെ കരിച്ചു കളയാൻ കഴിയുന്ന ഭീകരമായ അഗ്നിയാണ് നരകമെന്ന് അല്ലേ? ഒരുപാട് ആലോചിച്ച് നോക്കി. നരകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നരകത്തിന്റെ ചൂടിൽ ഏറ്റവും ലളിതമെന്ന്
നരകത്തിന്റെ ശിക്ഷയിൽ ഏറ്റവും ലളിതമെന്ന് പഠിപ്പിച്ചത് പ്രവാചകന്റെ മൂത്താപ്പ അനുഭവിക്കുന്ന ഒരു ശിക്ഷയെ കുറിച്ചാണ്. ഏതാണ് ആ ശിക്ഷ? ഒരു പ്രത്യേകതരം ചെരുപ്പ് അബൂ ത്വാലിബിനെ കൊണ്ട് ധരിപ്പിക്കുമെന്നാണ്. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിലൂടെ ആ ചൂട് കയറി കയറി ആ മനുഷ്യന്റെ തലച്ചോറ് പോലും തിളച്ചുമറിയാൻ മാത്രം ഭീകരമായിരിക്കും. ഒരു ചെരുപ്പ് കാലിനടിയിലിട്ടാല് അതിൻ്റെ ചൂടുകൊണ്ട് തലച്ചോറ് തിളച്ചുമറിയണം. അപ്പൊ എന്തുമാത്രം ഭീകരമായിരിക്കും ആ ശിക്ഷ അല്ലേ? പരിശുദ്ധ ഖുർആൻ നരകത്തിലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലത്തെ കുറിച്ച് പഠിപ്പിച്ചു. അതിനെ ഹമീം എന്ന പേര് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങാനും ഒരു കപ്പ് വെള്ളം കോരിയിട്ട് ഒരു മനുഷ്യന്റെ തലയിൽ ഒഴിച്ചാൽ അവന്റെ തലയോട്ടി ഉരുകിയൊലിക്കുവാൻ മാത്രം ഭീകരമാണത്. എന്നിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ്. ആ കുടിപ്പിക്കുന്ന സമയത്ത് അവന്റെ ചുണ്ടുകൾ മുതൽ അവന്റെ ആന്തരികാവയവങ്ങൾ മുഴുവൻ ഉരുകിയൊലിക്കുന്നതാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം ഭീകരമാണ് നരകത്തിന്റെ ചൂട്. എന്ത് ചെയ്തു? നരകത്തിന്റെ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്തു? ഇനി വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. ഇതറിയോ? ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ സന്ദർഭം മുതലുണ്ടാകുന്ന ഒരു സാഹചര്യ, ഖബറിലെ അവസ്ഥയെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹദീസ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ തിന്മകൾ അധികരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി അല്ലേ? ആ ഹദീസിൽ നല്ല മനുഷ്യനെ കുറിച്ചും ചീത്ത മനുഷ്യനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഈ ചീത്തയായ മനുഷ്യന്റെ ശരീരം ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതാ അവനോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയാണ്. മൻ റബ്ബുക മാ ദീനുക, എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു. ആ സമയത്തൊക്കെയും ആ മനുഷ്യന് പറയാൻ കഴിയാതെ ഉത്തരമില്ലാതെ പ്രയാസപ്പെടുമ്പോ അതാ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുകയാണ്, അഫ്രിശൂഹു മിനന്നാർ വഅൽബസൂഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ മിനന്നാർ. ല്ലേ? ആ മനുഷ്യന് നരകത്തിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കണം. ആ മനുഷ്യന് നരകത്തിന്റെ വസ്ത്രം ധരിപ്പിക്കണം. അവന്റെ ഖബറിലേക്ക് നരകത്തിൽ നിന്നൊരു വാതിൽ തുറന്നു വെക്കണം. ഇത് പറയുമ്പോ അത് പറയേണ്ട താമസം ഇതെല്ലാം സംവിധാനിച്ചു കഴിഞ്ഞു. അവൻ പിന്നെ കിടക്കുന്നത് നരകത്തിന്റെ തീക്ഷ്ണമായ ചൂടനുഭവിച്ചുകൊണ്ടാണ് അല്ലേ? ആ നരകത്തിന്റെ കവാടത്തിലൂടെ ഭീകരമാം വിധം ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുമ്പോഴും ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഇല്ല റബ്ബേ, ആ ഖിയാമത്ത് നാള് എന്റെ അടുത്തേക്ക് കൊണ്ടുവരല്ല റബ്ബേ. അതിഭീകരമായ ശിക്ഷ അനുഭവിക്കുമ്പോ ആ മനുഷ്യൻ അള്ളാഹിനോട് തിരിച്ചു പറയണത്, അള്ളാഹുവെ ഖിയാമത്ത് നാൾ ആകരുതേന്ന്. എന്താ കാരണം? മനുഷ്യൻ പറയുന്നത്, ആ നരകാവകാശിയായ വ്യക്തി പറയുന്നത്, അള്ളാഹുവെ ഖബറിൽ നിന്നുള്ള ഒരു നരകത്തിൽ നിന്നുള്ള ഒരു ചൂട് എൻ്റെ ഖബറിലേക്ക് വരുമ്പോഴേക്ക് എനിക്കിത്ര അസഹനീയമായ പ്രയാസമുണ്ടെങ്കിൽ ആ നരകം എന്തു ഭീകരമായിരിക്കും. എനിക്ക് സഹിക്കാനും താങ്ങാനുമാകാത്ത വിധം പ്രയാസകരമായിരിക്കുമല്ലോ നരകം. അതുകൊണ്ട് ആ ഖിയാമത്ത് നാൾ കൊണ്ടുവന്ന് എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞേക്കല്ല റബ്ബേ. നരകാവകാശിയായ ഖബറാളി ഖബറിൽ വെച്ച് അത് പറയുമെങ്കിൽ ദുനിയാവിൽ വെച്ച് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് പൊന്നു സഹോദര, നമ്മൾ എന്താണ് അങ്ങനെ ചിന്തിക്കാത്തത്? ആ ഖബറിൽ ചെന്ന് കിടന്നാൽ പിന്നെ അവിടെ സ്വർഗത്തിന്റെ അമലുകൾ ചെയ്യാൻ കഴിയില്ല. അവിടെ അധ്വാനത്തിന്റെ നാളുകളല്ല, മറിച്ച് ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇത് അമലിന്റെ നാളുകളാണ്, പ്രവർത്തികൾ ചെയ്യേണ്ട ദിവസങ്ങളാണ്. എന്തെല്ലാം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ കർമ്മങ്ങളാ നമ്മൾ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയത്? ശരിക്കും ആലോചിക്കണം നമ്മൾ, അല്ലേ? ഈ റമദാനിന്റെ മുന്നിൽ നിൽക്കുന്ന വേളയിൽ നമ്മൾ ശരിക്കും ആലോചിക്കുക, എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, അല്ലേ? സഹോദരങ്ങളെ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റികൾ നമുക്കുണ്ടോ, അല്ലേ? നോക്കി, നിങ്ങൾ ഖബറിൽ ആ അവസ്ഥയാണെങ്കിൽ നരകത്തിൽ ഇതിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നരകാവകാശികളുടെ വിലാപത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നരകാവകാശികൾ നരകത്തിൽ കിടന്ന് ആർത്തു വിളിച്ചു പറയുന്ന വാചകം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? വഹും യസ്തരിഊന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അതേ നരകത്തിൽ കിടന്നുകൊണ്ട് നരകാവകാശി വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ദുനിയാവിൽ വെച്ച് ഞാൻ ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്കൊരവസരം കൂടി നൽകണം. പക്ഷേ അള്ളാഹു മനുഷ്യൻ അതിന് അവസരം നൽകില്ലെന്ന് മാത്രമല്ല, അവന് ഇനി അതിന് കഴിയില്ലെന്ന് അവന് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുമെന്നാണ്. നമ്മൾ ശരിക്കും ആലോചിക്കുക, ഈ ലോകത്ത് ചെറിയൊരു ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതല്ലെങ്കിൽ ആ ചൂടിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം, അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കിങ്ങള്, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ആര് അതിരി കടന്നുകൊണ്ട് പ്രവർത്തിച്ചുവോ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മുന്നിലുണ്ടായിട്ട് ആ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ ആര് അതിരി കടന്ന് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തുവോ, ശരിക്കും മനസ്സിലാക്കണം, ചിന്തിക്കണം. ആളുകൾക്ക് ഇന്ന് വാശിയാണ്, ആളുകൾക്ക് ഇന്ന് പരസ്പരമുള്ള വിദ്വേഷം തീർക്കാനുള്ള മാർഗമാണ് ദീന്. അതേ, വലിയ വലിയ നേതാക്കന്മാർ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ ദീന് വെച്ചാണ് കളിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ എഴുതണം. സത്യവും അസത്യവും അവന് പ്രശ്നമല്ല. മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് സംഘടനകളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന വേളയിൽ ഹക്കും ബാത്തിലും നോക്കാതെ പ്രസംഗിക്കുന്ന, എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് അല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ, ആര് അതിരുവിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുവോ, സഹോദരങ്ങളെ, ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ നാടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ എന്ത് ഗൗരവമാണ്. അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കാനാണ് ആളുകൾക്കിഷ്ടം. എന്ത് തമാശ പറയാനും ഒരു പ്രശ്നവുമില്ല. സഹോദര, അതിരുവിട്ട സംസാരവും അതിരുവിട്ട പ്രവർത്തനവും ഉണ്ടല്ലോ. അതെ, ഈ ദുനിയാവിനെ പരിഗണിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ് പരലോകം നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അത് അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടല്ല പറയുകയാണ്, അവന് ചെന്ന് കിടക്കാനുള്ള സങ്കേതമാണ് നരകം. അവന് ചെന്ന് കിടക്കാനുള്ള സങ്കേതമാണ് നരകം എന്നാണ്. ആർക്ക്, അല്ലേ? ആർക്ക്? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാതെ ദീനിനെ പരിഹസിച്ച് ആ ദുനിയാവിനു വേണ്ടി സമയം കണ്ട് ജീവിച്ച മനുഷ്യൻ, അല്ലേ? നേരത്തെ ഞാൻ ഓതിയ വചനത്തിൽ അല്ലാഹ് ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞു, ആ നരകം ആരെയാണ് വിളിക്കുന്നതെന്നറിയുമോ? ആരെയാ നരകം വിളിക്കുന്നത്? പിന്തിരിഞ്ഞു പോയവരെയാണ്, അല്ലേ? പിറകോട്ട് തിരിഞ്ഞവൻ, ദീൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ പിന്തിരിഞ്ഞ് ദീനിനോട് പുറകുവശം തിരിഞ്ഞു നിന്നവൻ, അവനെ നരകം വിളിക്കും. ഈ ആയത്ത് വിശദീകരിക്കുന്ന ചില പണ്ഡിതന്മാർ ഒന്നുകൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. നരകത്തിൻ്റെ അതിഭയാനകമായ ഒരു ആർത്തുവിളിയുണ്ട്. നരകത്തിൻ്റെ കുറ്റവാളികളെ
വിദൂരതയിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നരകം കാണും. നരകത്തിൽ ചെന്ന് കിടക്കേണ്ട ആളുകളെ നരകം ദൂര സ്ഥലത്ത് നിന്ന് കാണും. ആ സമയത്ത് ആ കുറ്റവാളികളെ നരകത്തിലേക്ക് കിട്ടാൻ വേണ്ടി നരകം ആർത്തു വിളിക്കുമെന്നാണ് അല്ലേ സഹോദരങ്ങളെ? ആ വിളിയാണ് തദോമെന്നത് പറവത്തമല്ല. ആരെയാ നരകം ആർത്തു വിളിക്കുന്നതെന്നറിയുമോ? ദീനനുസരിച്ച് ജീവിക്കാതെ ദീനിനോട് പുറംതിരിഞ്ഞു നിന്നവരെയാണ്. അതുകൊണ്ട് ശരിക്കോർത്തു വെച്ചോ, നമ്മൾ ഏത് ഗണത്തിലാണ് ഉണ്ടാവുക അല്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്ന ദീനനുസരിച്ച് ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? ഞാനൊക്കെ സ്വർഗത്തിലാണെന്ന്. ആളുകൾ അങ്ങനെ വിചാരിക്കുകയും പറയുകയും ചെയ്ത് സമാധാനമടയുന്നത് കാണാം. എന്താ സ്വർഗത്തിലാണ് എന്ന് പറയാനുള്ള കാരണം, ഞാൻ തരക്കേടില്ലാത്തൊരു ജീവിതം ജീവിക്കുന്നവനാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ കുഴപ്പമില്ല അല്ലെ? അങ്ങനല്ലേ? ഞാൻ വലിയ തഖ്വയും സൂക്ഷ്മതയൊന്നും ഇല്ലാതെ ജീവിക്കുന്നവനാണെങ്കിലും ഇപ്പോൾ സൂക്ഷ്മത പാലിച്ചൊരു കൃത്യമായ ഭക്തിയുള്ള നിസ്കാരം എന്നല്ലെങ്കിലും ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ കള്ളുടിക്കണില്ല, ഞാൻ കുഴപ്പമില്ലാത്തൊരു ദീനി നിഷ്ഠയും ചിട്ടയും ഉള്ളവനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ദീനി നിഷ്ഠയുള്ള ആൾ സ്വർഗത്തേക്ക് പോകുന്നുണ്ടോ? അത് അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ലെങ്കിലും, ആളുകൾ പറയണ വാചകട്ടോ, അങ്ങനെ കൃത്യമായിട്ട് എനിക്കറിയില്ലെങ്കിലും എൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അപേക്ഷിച്ച് ഞാൻ സ്വർഗത്തേക്ക് പോകുന്ന അങ്ങനെ ഉണ്ടോ? ആളുകൾ ചുറ്റുഭാഗത്തും തെറി പറയുന്നവരും മോശക്കാരും തിന്മ ചെയ്യുന്നവരുമാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗം അങ്ങനെ ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ധാരണയാണ് അവിടെ പ്രശ്നം. അല്ലാതെ ഈ ആൾക്കാരൊക്കെ പാടെങ്ങനെ നരകത്തേക്ക് പോകുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ആദം അലൈഹിസ്സലാമെ അല്ലാഹു വിളിക്കും. യാ ആദം, യാ ആദം, ആദമേ എന്ന് വിളിച്ചിട്ട് ആദം അലൈഹിസ്സലാമയോട് അല്ലാഹു പറയുകയാണ്, നരകത്തിന്റെ ആളുകളെ നീ അങ്ങ് വേർതിരിച്ചോ, നരകത്തിൽ പ്രവേശിക്കേണ്ട ആളുകളെ നീ വേർതിരിച്ചു നിർത്തിക്കോ. അള്ളാഹുവിന്റെ മഹാനായ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവേ, എങ്ങനെയാണ് ഞാൻ നരകത്തിന്റെ ആളുകളെ തിരിക്കുക? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആളുകളെ ഞാൻ എങ്ങനെ വേർതിരിക്കും? ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഓരോ 1000 ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ സ്വർഗത്തിലേക്കും 999 ആളുകളെ നരകത്തിലേക്കും മാറ്റിക്കോ. 1000 ആളുണ്ടെങ്കിൽ ഒരാളാ സ്വർഗത്തേക്ക് പോകുന്നത്. ഒന്ന് ആലോചിക്കും സഹോദരങ്ങളെ, ആ 1000-ൽ ഒരാളാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ മോശക്കാരാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു ചിന്തിക്കേണ്ടവരല്ല നമ്മൾ അല്ലേ? നീ ഖുർആൻ പറയണ നോക്കി, നിങ്ങള് ഖുർആൻ പറയാണ്, യൗമ നഖൂലു ലിജഹന്നമ ഹലിൻ തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ലിജഹന്നം, അന്ന് നരകത്തോട് നാം സംസാരിക്കും. നരകത്തോട് അല്ലാഹു ചോദിക്കുമെന്നാണ്. എന്താ നരകത്തോട് ചോദിക്കുന്നത്? ഹലിൻ തലഅതി, നരകമേ നീ നിറഞ്ഞുവോ? നരകമേ നിന്റെ ആർത്തി ശമിച്ചിട്ടുണ്ടോ? നരകമേ നിനക്കുള്ള ഭക്ഷണം നിനക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നരകം തിരിച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, ഹൽ മിൻ മസീദ്, എനിക്ക് മതിയായിട്ടില്ല, ഇനിയും അധികമുണ്ടോ, അധികമുണ്ടോ? നരകത്തിന് എത്ര കിട്ടിയാലും മതിയാകാതെ നരകം വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ നരകത്തിന്റെ വിശാലത കുറഞ്ഞിട്ട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക? സാധ്യല്ല. അവസാനത്തെ കുറ്റവാളി വരെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ പിന്നെ അള്ളാഹു തന്റെ കദമിനെ നരകത്തിന്റെ മുകളിലൊന്ന് വെക്കുമെന്നാണ്. എന്തിന്? നരകത്തിന്റെ ആർത്തി ശമിപ്പിക്കാൻ. അതുവരെ നരകം വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തമായ പരിശ്രമം നടത്തണം. ഫമൻ സുഹ്സിഹ അനിന്നാർ
വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലേ, അല്ലാഹ് പറയാണെന്ത്? ആ നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിച്ചോ അവൻ വിജയിച്ചു, അവൻ വിജയിച്ചു. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ സ്വർഗം നേടലാണെങ്കിൽ അതല്ല കൃത്യമായി ഓർമ്മപ്പെടുത്തുക. അല്ലേ സഹോദരങ്ങളെ, ഇത്ര വിശദമായി നമ്മൾ പറയാനുള്ള കാരണം ഇതാ, അതിനു പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നരകം ഭീകരമാണെങ്കിൽ, നരകത്തിന്റെ ശിക്ഷ നമുക്ക് സഹിക്കാനാവാത്തതാണെങ്കിൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരർത്ഥശങ്കക്കുമിടയില്ലാതെ പടച്ച റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ, ആ നിലയ്ക്ക് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടി പരിശുദ്ധനായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അനിന്നാരി 70 ഖരീഫാ. നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസാണത്. എന്താ? ഒരു ദിവസത്തെ നോമ്പ് ഒരടിമ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിച്ചു, അവനെ അള്ളാഹു 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും. നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു മനുഷ്യായുസ്, ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അയാൾ സഞ്ചരിച്ചാലെത്താവുന്ന ദൂരം ഒരു നോമ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രക്ഷപ്പെടാൻ പറ്റുന്ന രക്ഷപ്പെടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 30 ദിവസത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചാലോ? 30 ദിവസത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചാലോ? അതെ, 2100 വർഷം ഒരു കൊല്ലത്തെ നോമ്പ് കൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ശരിക്കും ആത്മാർത്ഥമായി നോമ്പിനെ ഉൾക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പുണ്ടാകും. അതാണ് ആ ഹദീസിൽ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനും നോമ്പും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ശുപാർശ ചെയ്യുന്നു പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് നോമ്പ് അള്ളാഹുവിനോട് ഖിയാമത്ത് നാളിൽ പറയും, മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ. അള്ളാഹുവേ, ഈ നോമ്പുകാരനായ മനുഷ്യൻ അവന്റെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് ഞാൻ കാരണമാണ്, അവന്റെ ഇച്ഛാനിഷ്ടങ്ങൾ ഒഴിവാക്കിയത് ഞാൻ കാരണമാണ്. ഫശഫിഅ്നി ഫീഹി. അതുകൊണ്ട് ഞാനിതാ ഈ മനുഷ്യന് വേണ്ടി നിന്നോട് ശുപാർശ ചെയ്യുന്നു. അതേ, നോമ്പ് നാളെ നമുക്ക് അനുകൂലമായി ശുപാർശ പറയും. നല്ല നോമ്പാണെങ്കിൽ അല്ലേ, ആ ശുപാർശ അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ വിശ്വാസികളെ, നരകത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കൃത്യമായും ഭംഗിയായും അവരെ നിർവഹിക്കാൻ കഴിയും. കാരണം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഒരു കവചമാണ് നോമ്പെന്ന് പറയുന്നത് അല്ലേ? മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച മറ്റ് ഹദീസുകൾ നമുക്കറിയാം. ഈ ഹദീസിനെ തന്നെ വിശകലനം ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ഹദീസ് സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അങ്ങനെയും പിന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അഥവാ ഒരു സുന്നത്ത് നോമ്പിന്റെ കൂലിയാണിത്, ഫർള് നോമ്പിന്റെ പ്രതിഫലമല്ല. ഫർള് നോമ്പിന് ഇതിനേക്കാളേറെ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫർള് നോമ്പിനെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞത്, വഅന അജ്സീ ബിഹി, ഞാനാണ് അതിന് കൂലി നൽകുന്നവൻ. കാരണം ഞാൻ കാരണമാനവൻ അവന്റെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഇതിനേക്കാൾ ഏറെ കൂലി ലഭിക്കല്ലാതെ ഇതിനേക്കാൾ കുറഞ്ഞൊരു കൂലിയെ കുറിച്ചല്ല ഫർള് നോമ്പിനെ കുറിച്ചും ഇപ്പൊ നമ്മളുള്ള നോമ്പിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ആ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടണം, ആ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടണം. നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണം അല്ലേ? ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിനൊരു വാതിലുണ്ട്. യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നാണ് ആ വാതിലിന്റെ പേര്. ആ വാതിലിലൂടെ നോമ്പുകാരല്ലാതെ വേറെ ഒരാളും പ്രവേശിക്കുകയില്ല. മാത്രമല്ല, നാളെ ഖിയാമത്ത് നാളിൽ ആ ബാബ് ആ വാതിൽ വിളിച്ചുകൊണ്ടിരിക്കും,
ഐന സ്വായിമൂൻ ഐന സ്വായിമൂൻ. നോമ്പുകാരെവിടെ, നോമ്പുകാരെവിടെ? നോമ്പുകാരെ പ്രത്യേകം വിളിച്ച് ക്ഷണിച്ച് സ്വർഗത്തിലേക്ക് ആ വാതിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലേ? ആ കൂലി നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കണമെന്ന് പറയുന്നത് അല്ലേ? وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. ആര് തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചുവോ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ചെയ്തുവോ, അവനുള്ളതാണ് സ്വർഗമെന്നാണ്. വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത്, ആ സ്വർഗം നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ സ്വർഗത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന. സ്വർഗത്തിനു വേണ്ടി ആര് പണിയെടുക്കുന്നുവോ ഓൽക്കുള്ളതാണ് സ്വർഗം. നിങ്ങളെ അത് കിട്ടണം. റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കണം അല്ലേ? ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. എന്തിനാണെന്നറിയോ? ഈ നോമ്പ് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നമുക്ക് കിട്ടണം. നോമ്പിൻ്റെയും ആത്മാവിൻ്റെയും സംസ്കരണം നടക്കുന്ന രൂപത്തിൽ എന്താകണം? നമുക്ക് ഈ വർഷത്തെ നോമ്പെടുക്കാൻ പറ്റണം. സഹോദരങ്ങളെ, അതിനു പണ്ഡിതന്മാർ പറഞ്ഞ മാർഗം ഒന്നാമത്തത് നോമ്പിനെ അറിഞ്ഞുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. നോമ്പ് അറിഞ്ഞനുഷ്ഠിക്കുക. അതെങ്ങനെ? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മളെ നാടിൻ്റെ ഒരു ചുറ്റുപാടിൽ നോമ്പിനെ കുറിച്ച് അത്ര ഒരു ഗൗരവത്തിൽ കണ്ടുകൊണ്ടല്ല ആളുകൾ നോമ്പിലേക്ക് പ്രവേശിക്കുക. സാധാരണ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അതിഥിയെ എങ്ങനെ കാത്തിരിക്കുമോ അല്ലേ? നമ്മളെ മനസ്സിന് നല്ല കുളിർമയുണ്ടാകുന്ന ഒരു വിരുന്നുകാരൻ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിന് എത്ര ആനന്ദം ഉണ്ടാകുമോ, അതിനേക്കാൾ വലിയ ആനന്ദത്തോടു കൂടി നോമ്പിനെ കാത്തിരിക്കുന്നവരായിരുന്നു സ്വഹാബത്ത് എന്നാണ്. പക്ഷെ നമ്മളെ നാടാവസ്ഥയൊക്കെ മാറി. ഇപ്പോൾ നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ വർഷക്കാണെങ്കിൽ പ്രത്യേകിച്ച് പറച്ചോന് ചൂടാണ്, എങ്ങനെ ഇപ്പൊ കൊല്ലത്തെ നോമ്പ് മക്കളും കുട്ടികളൊക്കെ നോറ്റ് വീട്ടുക, അങ്ങനെ ചിന്തിക്കും അല്ലേ? വേറെ ചില ആളുകൾ അള്ളാഹ് നോമ്പാ വരുന്നത്, വീടും കാര്യമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുമല്ലെങ്കിൽ പറച്ചോന് നോമ്പാ വരുന്ന മല്ലിയും മുളകും പൊടിക്കണം. ഞാനതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി വിമർശിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. സാധാരണക്ക് ഇങ്ങനെ കേണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഒരു നോർമലി ഇങ്ങനത്തെ ഒരു നോമ്പിലേക്ക് പ്രവേശിച്ച് ആ നോമ്പ് കഴിഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകാതെ കഴിഞ്ഞു പോകാനാണെങ്കിൽ അങ്ങനെയായി കൂടെ നോമ്പെന്താണ്, എന്തിനാണ് ഞാൻ നോമ്പെടുക്കുന്നത്, ആ നോമ്പിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാം, ആ നോമ്പിൽ എന്തൊക്കെ ഞാൻ ചെയ്തുകൂടാ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാകണം നമ്മുടെ നോമ്പ്. 60 കൊല്ലം നോമ്പെടുത്താലും നമ്മളെപ്പോഴും ആ ഒന്നാമത്തെ നോമ്പിൻ്റെ അവസ്ഥയിലുള്ളത്. നോമ്പിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല. നോമ്പിൻ്റെ ഹുക്കുമുകൾ എന്താണെന്ന് ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ആവരുത് അല്ലേ? നോക്കി, നിങ്ങൾ നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ്. ആധുനിക ലോകത്ത് ഇസ്ലാമിനെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം, നിരീശ്വരവാദത്തിലേക്ക്, നർമ്മദവാദത്തിലേക്ക് മനുഷ്യനെ തിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ബോധപൂർവം ലേഖനങ്ങൾ എഴുതാനിരിക്കുന്നു. എന്താ അറിയോ? കഴിഞ്ഞ റമദാനുകളിലൊക്കെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. നമ്മൾ പറയുന്നത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച നമുക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു ഇബാദത്തായിട്ടാണ്. എന്നാൽ ഇനി പത്രങ്ങളിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശരിക്കും മുസ്ലിങ്ങളെ നോമ്പ് ആദ്യത്തെ 10 ദിവസം കൊളസ്ട്രോൾ കുറക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ പിന്നെ ഇന്ന വ്യതിയാനങ്ങൾ ഉണ്ടാക്കും, ഇന്ന ഗുണങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കൊളസ്ട്രോൾ കുറക്കാനും പ്രഷറും ഷുഗറും നിയന്ത്രിക്കാനും അങ്ങനെ ശാരീരികമായ നോമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ് പലപ്പോഴും വ്രതശുദ്ധി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല.
നമ്മുടെ നോമ്പ് ആ അർത്ഥത്തിലാകാൻ പാടില്ല എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. നമ്മുടെ നോമ്പ് അതിനുള്ളതല്ല. നോമ്പിന് അള്ളാഹ് അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. നമ്മൾ നോമ്പെടുക്കുന്നത് അള്ളാഹ് കൂലി തരാനാണ്, അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനാണ്, അല്ലേ? അങ്ങനെ അറിഞ്ഞും പഠിച്ചും അനുഷ്ഠിക്കുമ്പോഴാണ് അത് ലഭിക്കുക, അല്ലേ? ഇപ്പോ പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വളരെ നമുക്ക് എത്രമാത്രം അറിയും എന്ന് ചിന്തിക്കാൻ വേണ്ടി 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. പല ആളുകളും അത്താഴം കഴിക്കൂല. എന്താ അത്താഴം കഴിക്കായി? ഞാൻ രാത്രി കുറെ വൈകിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ എന്തിനാ സമയത്ത് സുബഹി നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്തിന് പള്ളി പോകാൻ വേണ്ടിയിട്ടാണ് നീക്കാന്നല്ലാതെ അതിൻ്റെ അടിയിൽ എഴുന്നേൽക്കലില്ല. അതല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ തന്നെ ഭക്ഷണം കൃത്യമായിട്ടാണ് കഴിച്ച് കിടക്കും, പിന്നെ രാവിലെ നീച്ചാൽ മതിയല്ലോ എന്ന്. സഹോദരങ്ങളെ, അല്ല, അത്താഴത്തിന് എഴുന്നേൽക്കണം. ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം അതല്ലെങ്കിൽ ഒരു കാരക്കച്ചുളയാണ് കഴിക്കുന്നതെങ്കിലും അത്താഴം കഴിക്കണം. കാരണം എന്താ? ആ അത്താഴത്തിൽ അല്ലാഹു നന്മ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ അല്ലാഹു ബറക്കത്ത് വെച്ചിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കണം, അല്ലേ? നോമ്പിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ പോയിന്റുകളാണ് ഇതൊക്കെ, അല്ലേ? ഇനിയോ ചില ആളുകൾ പറയും, ഇന്ന് എനിക്ക് നോമ്പ് കിട്ടിയില്ല, എന്ത് അത്താഴത്തിന് നീറ്റില്ലേ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചല്ല, ഇന്നലെ രാത്രി ജനാപത്തുകാരനായതാണ്, പക്ഷേ ഇന്ന് സുബഹിന്റെ മുമ്പ് കുളിക്കാൻ പറ്റിയില്ല. ആളുകൾ ധരിച്ചു വെച്ചത് സുബഹ് ബാങ്കിന്റെ മുമ്പ് ജനാപത്ത് കുളിച്ചാലേ നോമ്പ് കിട്ടുള്ളൂ എന്നാ. അങ്ങനല്ല, മറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ നൽകുന്നുണ്ട്. സുബഹ് നമസ്കാരത്തിന് മുൻപ് സുബഹ് ബാങ്ക് കൊടുത്തിട്ട് സുബഹിന്റെ സമയം തെറ്റുന്നതിന് മുൻപ് കുളിച്ച് വലിയ അശുദ്ധിയിൽ നിന്ന് വൃത്തിയായി നമസ്കരിക്കാൻ നിൽക്കുകയില്ലേ, അതുപോലെ കുളിച്ചാൽ മതി. ജനാപത്തുകാരനായിരിക്കെ നോമ്പിൽ പ്രവേശിച്ചാലും അവന്റെ നോമ്പിനത് ബാധിക്കുകയില്ല. ഇതൊന്നും പലപ്പോഴും പല ആളുകൾക്കും ചോദിക്കാൻ മടിയാണ്. സഹോദരൻ, അതൊക്കെ ചോദിക്കാനും പഠിക്കാനും ആ ഭാഗങ്ങളിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം പകലിൽ നടത്തിയാലോ ഗുരുതരമായ തെറ്റാണ്, വീഴ്ചയാണ്, പാപമാണ്, അല്ലേ? ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രായശ്ചിത്തം ചെയ്യണം. ഇന്ന് നമുക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തം എന്ന് പറയുന്നത് 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക. ഒരു തവണ അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ പകലിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടാൽ അവർ ചെയ്യേണ്ട പ്രായശ്ചിത്തം 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കലാണെന്ന ആ വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താ അറിയോ? 59 ദിവസം നോമ്പെടുത്തൊരു മനുഷ്യൻ 60ാമത്തെ ദിവസം നോമ്പെടുത്തില്ല. അന്നപ്പോൾ ഇന്ന് ഒരു ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു കല്യാണം ഉണ്ട്, പിന്നെ അടുത്ത ദിവസം നോമ്പെടുക്കുക. 59 കഴിഞ്ഞ് 60 എടുത്തില്ല, 61ാമത്തെ ദിവസം നോമ്പെടുത്ത 60 നോമ്പും നോറ്റു, പറ്റില്ലെന്നാണ്. ആ മനുഷ്യന്റെ കഫാറത്ത് ശരിയായിട്ടില്ല, മറിച്ച് അവൻ വീണ്ടും 1 മുതൽ 60 വരെ തുടർച്ചയായി നോമ്പെടുക്കണം. അത്ര ഗൗരവമുണ്ട്. അതുകൊണ്ട് പകലിൽ ആ നിലക്കുള്ള എല്ലാ സൂക്ഷ്മതയും നാം പുലർത്തേണ്ടതുണ്ട്. എന്നാൽ രാത്രിയാണെങ്കിൽ അതിന് വിരോധിക്കപ്പെട്ടിട്ടുമില്ല, സുബഹിന്റെ മുമ്പ് കുളിച്ചാൽ മതി, അല്ലേ? ഇതുപോലെ ഓരോ വിഷയങ്ങളും നോമ്പ് തുറക്കുന്ന സമയം കൃത്യസമയമായി കഴിഞ്ഞാലും പല ആളുകൾക്കും ആശങ്കയാണ്. നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുൻപ്, ആ സമയത്തിന് മുൻപ് എവിടെയെങ്കിലും ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതീക്ഷിച്ചിരിക്കാനും പറ്റില്ല. നേരത്തെ ആകാൻ പാടില്ല, വൈകിട്ടും ആകാനും പറ്റില്ല. കൃത്യസമയത്ത് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കണം, പൂർണ്ണമായ പ്രതിഫലം കിട്ടാൻ. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഓരോന്നോരോന്നായി നമ്മൾ പഠിക്കണം. എന്താണ് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന, എങ്ങനെയാണ് നിയ്യത്ത്, എല്ലാം, അല്ലേ? പീസ് റേഡിയോ എന്ന സംവിധാനത്തെ കുറിച്ച് അറിയാത്ത ഒരാളും എൻ്റെ മുന്നിൽ ഉണ്ടാകൂല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. സഹോദരങ്ങളെ, നോമ്പിന്റെ വിധിവിലക്കുകളും നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാൻ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് നമ്മുടെ ഫോണില് പീസ് റേഡിയോ എന്ന സംവിധാനമുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട്
അത് ഓൺ ചെയ്തു വെച്ചാൽ നമ്മളെ പത്തിരി പരത്തലും നമ്മളെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ശരിക്കും ഇത് പഠിക്കാനും പറ്റും. ആ നിലയ്ക്ക് നമ്മളെ വീടുകളിൽ ഒരു ദീനിന്റെ ശബ്ദം കേൾക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. അറിയാത്തവരുണ്ടെങ്കിൽ മൻസൂറിനെ പോലുള്ള നമ്മളെ ഷിക്കർ മൗലവിയെ പോലുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായി ഇത് ഡൗൺലോഡ് ചെയ്ത് തരും. ഞാൻ പറയുന്നത്, അറിഞ്ഞുകൊണ്ട് നോമ്പെടുക്കുമ്പോഴാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നോമ്പുകാരനായി നമ്മൾ മാറുക. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് ഇഹ്തിസാബോടുകൂടി നോമ്പിനെ കാണുക എന്നതാണ്. അല്ലേ, നമ്മൾ കേട്ടു പരിചയിച്ചൊരു ഹദീസ് ഉണ്ട്, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെ അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടെയും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്തുവോ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലേ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, നോമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൂലി തരണം എന്ന ലക്ഷ്യം കൊണ്ട് മാത്രം അനുഷ്ഠിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ്. അല്ലേ, നോമ്പിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹ് കൂലി നൽകലാണ്. അങ്ങനത്തെ ഒരു നോമ്പാണോ നമ്മൾ നോക്കുന്നത് ശരിക്കും ആലോചിക്കുക. എന്തറിയോ, ഇപ്പൊ ശരിക്ക് മഹാനായ സുഹൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടു പരിചയിച്ചവരാണ്. എന്നാൽ ആ ചരിത്രം ശരിക്കും ആത്മാർത്ഥമായിട്ട് വായിച്ചു നോക്കി. സുഹൈബ് റളിയല്ലാഹു റോമക്കാരനാണ്. അദ്ദേഹം മക്കയിലേക്ക് അടിമയായി വന്നതാണ്. അടിമയായി മക്കയിലെത്തിയ സുഹൈബ് റളിയല്ലാഹുവിന്റെ ബുദ്ധിയും കഴിവും കണ്ട് സുഹൈബ് റളിയല്ലാഹുവിന്റെ യജമാനൻ അദ്ദേഹത്തെ മോചിപ്പിച്ചു. ആ മുതലാളിയുടെ കച്ചവടത്തിൽ പാർട്ട്ണറാക്കി. സുഹൈബ് റളിയല്ലാഹുവിന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ മുതലാളിയും അതുപോലെ തന്നെ സുഹൈബ് റളിയല്ലാഹുവും കച്ചവടം ചെയ്തു. സുഹൈബ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ധനാഢ്യനായി തൻ്റെ മുതലാളിയെ പോലെ തന്നെ വലിയ സമ്പന്നനായി മാറി. ആ സമയത്ത് പ്രവാചകൻ ഇസ്ലാമുമായി കടന്നു വരികയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ചെന്ന് മുസ്ലിമായി. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് താങ്ങാനാവാത്തൊരു സങ്കടം ഉണ്ടായി. എന്താ, നബിയും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയിരിക്കുന്നു. എന്തിന് മദീനയിലേക്ക് ഹിജ്റ പോയ പ്രശ്നം? പ്രവാചകന്റെ കൂടെ ദീന് പഠിക്കാൻ പറ്റൂല. നമ്മൾ QHLSന്റെ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാല് നമ്മളെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും കയറി വന്ന് ക്ലാസ്സിന് വരണമെന്ന് പറയും. അല്ലേ, സഹാബികളെ മനസ്സൊക്കെ അള്ളാന്റെ റസൂല് മക്കയിലില്ല, ദീനു പഠിക്കാൻ മക്കയിലേക്ക് പോകണം. ദീനിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വഹി ഇറങ്ങുമ്പോൾ ആ വഹി അനുസരിച്ച് തന്റെ ജീവിതം ക്രമീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ലേ? സുഹൈബ് റളിയല്ലാഹു പേടിച്ചു. സുഹൈബ് റളിയല്ലാഹു തീരുമാനിച്ചു മദീനയിലേക്ക് ഹിജ്റ പോകാൻ. എന്നിട്ടോ ഈ വിവരം ഖുറൈശികൾ അറിഞ്ഞു. ഉടൻ തന്നെ സുഹൈബിന്റെ യാത്ര മുടക്കാൻ ഖുറൈശികൾ പ്ലാൻ ഇട്ടു. കൃത്യമായ പ്ലാനിങ്. സുഹൈബ് റളിയല്ലാഹു അൻഹു നാട് വിടാൻ മദീനയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതിന്റെ തലേ ദിവസം സുഹൈബ് റളിയല്ലാഹുവിന്റെ വീട് ശത്രുക്കൾ വളഞ്ഞു. അദ്ദേഹത്തെ കൊല്ലാനും ഉപദ്രവിക്കാനും ഒറ്റ ആവശ്യം അവർക്കുള്ളൂ, സുഹൈബ് നാട് വിടാൻ പാടില്ല. സുഹൈബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ പാടില്ല. തീരുമാനിച്ചു, വീട് വളഞ്ഞു. ഏതുവരെ എന്നറിയോ? ചരിത്രം പറയുന്നുണ്ട്, സുഹൈബ് റളിയല്ലാഹു അൻഹു വിളിക്കിരിക്കാൻ ബാത്റൂമിലേക്ക് പോകാൻ പോകുന്നിടത്തുവരെ ശത്രുക്കൾ പിന്നാലെ കൂടി. നമ്മളെ ഇന്നത്തെ വീടിന്റെ സംവിധാനം ആവില്ലല്ലോ അന്ന്. ബാത്റൂം അറ്റാച്ച്ഡ് റൂമുകളൊന്നുമല്ല, മറിച്ച് കക്കൂസ് പോകണമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ പ്രദേശത്ത് വെളിക്കിരിക്കാൻ പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വെളിക്കിരിക്കാൻ പോകുമ്പോ അതിന്റെ പിന്നാലെ ഈ കാവൽക്കാര്, ഖുറൈശികൾ നിർത്തിയ കാവൽക്കാര് പിന്നാലെ ചെല്ലും. സുഹൈബ് അങ്ങാൻ ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് സുഹൈബ് റളിയല്ലാഹു കുറെ ആലോചിച്ചു എന്താ വഴി. അവസാനം അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. എന്ത്? തൊട്ടടുത്ത ദിവസം രാവിലെ മുതൽ ഒരു വയറിന് രോഗം ബാധിച്ച, വയറിളക്കം ബാധിച്ച മനുഷ്യനെ പോലെ ഇടക്കിടക്ക് വെളിയിൽ പോകാൻ തുടങ്ങി. നിരന്തരം വെളിയിൽ പോയി വരാൻ തുടങ്ങി. പിന്നാലെ പോയി മടുത്ത അവസാനം ശത്രുക്കൾ പറഞ്ഞു, ഹുബലിന്റെ ശാപം സുഹൈബിനേറ്റിരിക്കുന്നു. ഹുബൽ എന്ന് പറഞ്ഞ ആ നാട്ടിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ പേരാണ്. ആ ദൈവത്തിന്റെ ശാപം സുഹൈബിനേറ്റിരിക്കുന്നു. അങ്ങനെ
സുഹൈബ് റളിയല്ലാഹുവിനെ അവഗണിച്ചു. എന്താ കാരണം വെച്ചാൽ ക്ഷീണിച്ച അവശനായി വയറിന് രോഗം ബാധിച്ചൊരു വ്യക്തി എങ്ങനെയായാലും മക്ക വിട്ട് മദീനയിലേക്ക് പോകൂല എന്നവർ തീരുമാനിച്ചു. അവസാനം സുഹൈബ് റളിയല്ലാഹുവിന്റെ കൂടെ ആളുകൾ ചെല്ലാതെയായപ്പോ സുഹൈബ് റളിയല്ലാഹു നാട് വിടുക. ഒരു വണങ്ങൾ ആലോചിച്ച് നോക്കണം, വീട് പൂട്ടിയിട്ടല്ല പോകുന്നത്. വീട് പൂട്ടിയിട്ടല്ല പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ സംരക്ഷിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് വെച്ചിട്ടുമല്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ വഴിക്ക് വെച്ച് അദ്ദേഹത്തെ മറ്റൊരു സംഘം തടഞ്ഞു നിർത്തി. അവരുമായി ഘോരം വാഗ്വാദങ്ങൾ ഉണ്ടായി, ശക്തമായ തർക്ക വിതർക്കങ്ങൾ ഉണ്ടായി. ആ തർക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സുഹൈബ് റളിയല്ലാഹുവിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെയാണോ എൻ്റെ സമ്പത്തിനെയാണോ ആവശ്യം? എന്താ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം? സുഹൈബ് റളിയല്ലാഹുവിനോട് നാട്ടിൽ തിരിച്ചു പറഞ്ഞു, സുഹൈബെ, നിന്നെ ഞങ്ങൾക്ക് എന്തിനാ? നീ റോമക്കാരാണ്, മക്കാരനല്ല. ഒരു റോമക്കാരനെ മക്കയിൽ അധിവസിപ്പിക്കേണ്ട ഗതികേടൊന്നും മക്കയിലുള്ള ആളുകൾക്ക് വന്നിട്ടില്ല. പക്ഷേ നീ കൊണ്ടുപോകുന്ന സ്വത്തുണ്ടല്ലോ, അത് മക്കയിലെ സ്വത്താണ്. അടിമയായി വെറും കൈയോടെ മക്കയിലേക്ക് കടന്നു വന്ന് മക്കയിലെ മനുഷ്യന്റെ കയ്യിലെ സമ്പത്ത് മുഴുവൻ കച്ചവടം ചെയ്ത് കയ്യിലാക്കി നീ ഞങ്ങളുടെ സ്വത്ത് കൊണ്ട് രക്ഷപ്പെടാം, അത് വിചാരിക്കണ്ട. സുഹൈബ് റളിയല്ലാഹുവിന് അപ്പോഴാ കാര്യം മനസ്സിലാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് എൻ്റെ സ്വത്താണ് വേണ്ടതെങ്കിൽ എൻ്റെ സ്വത്ത് ഞാൻ 3ആയി ഭാഗിച്ചിട്ടുണ്ട്. എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കാവൽ നിന്നിരുന്ന ആ വീട്ടിലുണ്ട്, നിങ്ങൾ എടുത്തോളി. രണ്ടാമത്തെ എൻ്റെ സ്വത്തിൻ്റെ ഭാഗം ഇന്ന സ്ഥലത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്തോളി. മൂന്നാമത്തെ എൻ്റെ സ്വത്തിൻ്റെ ഭാഗം ഇന്ന വ്യക്തികളുടെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയണം, സുഹൈബ് അവൻ്റെ പണം ഞങ്ങൾക്ക് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കരാർ നിങ്ങൾക്കറിയില്ല എന്നറിയുന്ന അവർ ഞാൻ പറഞ്ഞയച്ചതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് തരും. നിഷ്കളങ്കമായി ഒരു സങ്കോചവുമില്ലാതെ തൻ്റെ സ്വത്ത് മുഴുവൻ അവർക്ക് നൽകി. എന്നിട്ട് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ ചെന്നപ്പോൾ ആ റസൂലുള്ള പറഞ്ഞത്, റബ്ബിഹ സുഹൈബിന്റെ കച്ചവടം എത്ര ലാഭകരം. ദുനിയാവിലുള്ള സ്വത്ത് മുഴുവൻ വിറ്റിട്ട് അദ്ദേഹം വാങ്ങിയത് സ്വർഗാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, സ്വന്തം ഇഷ്ടങ്ങളെ സ്വർഗത്തിന് വേണ്ടി വിൽക്കുന്നവരാണവർ, അല്ലേ? അങ്ങനെ സ്വർഗം ലഭിച്ച സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മഹാനായ സുഹൈബ് റളിയല്ലാഹു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു, ഇതാണ് ഇഹ്തിസാബ് എന്ന്. പ്രതിഫലേച്ഛ എന്ന് പറയുന്നത് ഇതാണ്. അതെ, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അവയൊക്കെ തരണം ചെയ്ത് അതിനപ്പുറത്തുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്ന ആത്മാർത്ഥമായ അഭിവാഞ്ചയോടുകൂടി ആ വിഷയത്തെ നേരിടുക, അല്ലേ? റമദാനിൽ ചൂടാണ്, പ്രയാസമുണ്ട്, ജോലിയുണ്ട്, ഒക്കെ ശരിയാണ്. അതൊക്കെ തരണം ചെയ്ത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി നോമ്പെടുക്കുമ്പോൾ ആ നോമ്പാണ് ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞ നോമ്പ്. വിശ്വാസികളെ, അങ്ങനെയാകണം നമ്മുടെ നോമ്പ്. ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ല. ഈ 30 ദിവസം നമുക്കിതിന് കിട്ടുള്ളൂ. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് മാക്സിമം ഈ നോമ്പിന് ചെയ്യാവുന്നതൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പഠനത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇബാദത്തുകളുടെ വിഷയത്തിലാണെങ്കിലും നന്മയുടെ പ്രതിഫലം ലഭിക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായി നമ്മൾ ഇറങ്ങി പുറപ്പെടണം, അല്ലേ? അപ്പൊ ഒന്ന് അറിഞ്ഞുകൊണ്ട് നോമ്പെടുക്കുക, 2 ഇഹ്തിസാബ് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇഹ്തിസാബോട് കൂടി നോമ്പെടുക്കുക. മൂന്നാമത്തത് തഖ്വയുള്ളവരായി തീരണം. ആ വാചകം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തഖ്വയോടുകൂടെ നോമ്പെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് ശരിക്കും തഖ്വയുള്ളവരായി നമ്മൾ മാറിയിരിക്കണം. നിങ്ങൾ നോക്കി, നമ്മൾ ഖുർആനിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി സാധാരണ കേൾക്കുന്ന ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും
ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണത് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയാണത്. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, സാധാരണ ലഅല്ല എന്ന പദത്തിന് അർത്ഥം ആയേക്കാം എന്നാണ്. അഥവാ നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ, തഖ്വയുള്ളവരായേക്കാം എന്നാണ് അർത്ഥം പറയേണ്ടത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലാണ് ലഅല്ല പ്രയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാര് ഉദാഹരണ സഹിതം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ എവിടെയൊക്കെ ലഅല്ല എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം തീർച്ചയായും ലഭിക്കുമെന്നാണ്. അഥവാ നിങ്ങൾക്ക് തഖ്വയുണ്ടാകും, അഥവാ തഖ്വയുള്ളവരായി തീരും നിങ്ങൾ എന്നാണ് ആ വാചകത്തിന് കൃത്യമായി അർത്ഥം പറയേണ്ടതെന്നാണ്. റമദാനിന്റെ 30 ദിവസത്തെ രാപ്പകലുകൾ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശ്വാസി ഒരു സമ്പൂർണ്ണ മുഅ്മിനായി തീർന്നിരിക്കും, മുത്തഖിയായി തീർന്നിരിക്കും. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅനാബാ വകവായിബ തറാബാ വകഅസൻ ദിഹാഖാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ. എത്രയോ തവണ കേട്ടവരാണ്, എത്രയോ തവണ പഠിച്ചവരാണ്. മുത്തഖികളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖാനുഭൂതികളെ കുറിച്ച് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചിട്ട് അതിനുശേഷം പറയുകയാണ്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ. കളവാക്കുന്ന, അതേ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും അവിടെ കേൾക്കേണ്ടി വരില്ല. ഒരു നിലക്കും പ്രയാസമില്ലാത്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണക്കാരാകുക, അല്ലെങ്കിൽ അതിന് അർഹത നേടുക മുത്തഖികളാണ്, തഖ്വയുള്ളവരാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാൻ അതിനുള്ളതാണ്. ഈ റമദാനിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത് ആ തഖ്വയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് 3 തവണ ആമീൻ പറഞ്ഞു. മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ, പതിവില്ലാത്ത വിധം എന്താ നിങ്ങൾ ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന് 3 പ്രാർത്ഥന നടത്തി. ആ 3 പ്രാർത്ഥനക്കാണ് ഞാൻ ഉത്തരം നൽകിയത്, ആമീൻ പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ പ്രാർത്ഥനയും ആ ആമീൻ പറച്ചിലും എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ആരാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിൻ്റെ മുഖർറബായ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ നേതാവ്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരു നിലക്കും എതിരു പ്രവർത്തിക്കാൻ കഴിയാത്ത റബ്ബിൻ്റെ കൽപ്പനകൾ അപ്പടി പാലിക്കുന്ന ആളുകൾ ആ മലക്കുകൾ. ആ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന സ്വീകരിക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? എന്തെങ്കിലും തടസ്സം? ഒരു തടസ്സമല്ല. ആമീൻ പറഞ്ഞതോ അഷ്റഫുൽ ഖൽഖാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെ എടുത്താലും ആ സൃഷ്ടികളെക്കാളേറെ ശ്രേഷ്ഠതയുള്ള അള്ളാഹു ആദരിച്ച വ്യക്തിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ആമീൻ പറഞ്ഞു. അഥവാ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന അർത്ഥം എന്താണ്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആമീൻ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നെന്നറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ മിമ്പറിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റമദാൻ കടന്നു വന്നു. ആ റമദാൻ കഴിഞ്ഞു പോയിട്ടും അയാളുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോമ്പ് കഴിഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ പാപങ്ങൾ വീണ്ടും ബാക്കിയായി തഖ്വ ലഭിക്കാത്ത ഒരവസ്ഥയിലായാൽ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവത്തിനോർത്തു വെച്ചോ. പ്രതിഫലം നഷ്ടപ്പെടുന്നത് മാത്രമല്ല,
ഗുരുതരമായ പാപമായി, തെറ്റായി, ശിക്ഷ ലഭിക്കുന്ന കാര്യമായി. നമ്മുടെ നോമ്പ് അത് കൃത്യമായി അനുഷ്ഠിക്കാത്തത് കൊണ്ട് സംഭവിക്കും അല്ലേ? അപ്പോൾ തഖ്വയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി റമദാന്റെ അവസാനമാകുമ്പോഴേക്ക് തഖ്വ, സൈക്കോളജിക്കലായി പറയുന്ന ഒരു തിയറി കൂടി ചില പണ്ഡിതന്മാർ ഇതിൻ്റെ ഉപോത്ഫലകമായി സൂചിപ്പിക്കുന്നത് കാണാം. എന്തറിയോ, നോമ്പെന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് വലിയ അനുഗ്രഹമായി തീരുന്ന ഒരു ഏരിയയെക്കുറിച്ച് പറയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് 21 ദിവസം മനസ്സിനെ എന്തൊരു കാര്യം ട്രെയിൻ ചെയ്തുവോ അതാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവൻ്റെ മനസ്സിന്. നിസ്കരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ആത്മാർത്ഥമായി എന്ന് ചിന്തിക്കുന്ന ഒരാളോട് സൈക്കോളജിക്കലായി പറയാവുന്ന ഉത്തരം എന്താ അറിയോ? 21 ദിവസം ബോധപൂർവം പിന്നെ തഖ്വയോടുകൂടി നിസ്കരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ മരിക്കുന്നത് വരെ ആ തഖ്വയോടുകൂടെ നിനക്ക് നിലനിൽക്കാൻ കഴിയും. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, 21 ദിവസം കുറച്ച് കഷ്ടപ്പെട്ട് എഴുന്നേറ്റാൽ 22ാമത്തെ ദിവസം മുതൽ നിനക്ക് ഓട്ടോമാറ്റിക്കലായി എഴുന്നേൽക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഉദ്ധരിച്ചിട്ടാണ് പറയണത്. ശരിക്കും ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തഖ്വ ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് റമദാനിൻ്റെ അവസാനത്തെ ദിവസം വരെ ആ വൃത്തിയിലും കൃത്യതയിലും നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അമലുകൾ ചെയ്ത് പോയാൽ സഹോദരങ്ങളെ തഖ്വയുള്ളവരായി നമ്മൾ മാറുമെന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ ഘടന പോലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അല്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉമറേ, എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അല്ലയോ മനുഷ്യ, തഖ്വ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പ്രതലത്തിലൂടെ നീ നടന്നു പോകുമ്പോ നിന്റെ കാലിൽ ആ കല്ലും മുള്ളും തട്ടാതിരിക്കാൻ എത്രമാത്രം നീ സൂക്ഷിക്കുമോ ആ സൂക്ഷ്മതക്ക് പറയുന്ന പേരാണ് തഖ്വ. എത്ര കൃത്യമാണ് അല്ലേ? നമ്മളൊരു കല്ലും മുള്ളുള്ള സ്ഥലത്ത് കൂടി പോവുകയാണെങ്കിൽ നമ്മളെ കാലിലാകെ മുള്ളു കുത്തും, വേദന ആകുമെന്ന് പേടിച്ചിട്ട് സൂക്ഷിച്ചേ കാല് വെക്കൂ അല്ലേ? ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാല്. ശരിക്കും മനസ്സിലാക്കുക, നമ്മളെ ചുറ്റുഭാഗം മലീമസമാണ്. നാം ജീവിക്കുന്ന പ്രദേശവും നാം ജീവിക്കുന്ന കാലഘട്ടവും എല്ലാം വൃത്തികേടുകൾക്ക് പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ്. ടി വിയിൽ ന്യൂസ് കാണുകയാണെങ്കിൽ, ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണെങ്കിൽ, ഫോണിലാകട്ടെ ഇന്റർനെറ്റിന്റെ ഏത് ലോകത്താകട്ടെ, ഒരു നന്മയെ തെരഞ്ഞു പോകുമ്പോൾ പോലും ഒട്ടനവധി തിന്മകളാണ് മുന്നിലേക്ക് ആദ്യം കടന്നു വരിക. എന്തിനേറെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു ചെന്നാൽ ഒരു വിശ്വാസിക്ക് കണ്ണുയർത്തി നോക്കാൻ പോലും പറ്റാത്ത വിധം ആണിന്റെയും പെണ്ണിന്റെയും നഗ്നമായ ചിത്രങ്ങളാണ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പോലും വയ്യാത്ത വിധം മലീമസമാണ്. ശരിയാണ് അല്ലേ? ആളുകൾ പരസ്പരം സംസാരിക്കുന്ന വിഷയത്തിലാണെങ്കിലോ കുത്തുവാക്കുകളും പാരയും അതുപോലെ തന്നെ വഞ്ചനയും ചതിയും കളവും എല്ലാം ശിർക്കും ബിദ്അത്തും എല്ലാം നിറഞ്ഞൊരു കാലഘട്ടം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ഗുരുതരമായ അവസ്ഥയിലേക്ക് ആ സമൂഹം നടന്നു പോകുന്നത്. ദഅവത്തും ദീനും പള്ളിയും ഖുതുബയും ഒക്കെ ഒരു ഭാഗത്ത് സജീവമാകുമ്പോ മറുഭാഗത്ത് തങ്ങന്മാരും ജാറങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും ഒക്കെ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപകൾ പിന്നെ അപഹരിച്ചുകൊണ്ട് അഭംഗുരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ല. നമ്മൾ അടുത്ത് പോലും പിന്നെ മണിക്കൂറുകളോളം റോഡുകൾ ബ്ലോക്കാക്കി ദ്വാ സമ്മേളനങ്ങൾ, ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കുന്ന തങ്ങന്മാർ ദീനിന്റെ പേരിൽ ചൂഷണം ചെയ്തുകൊണ്ട് കടന്നു വരുന്നു. ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ പിന്നെ ഗുരുതരമായ ദീനീപരമായ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സൊരിക്കലും അങ്ങോട്ട് ചായൂല. ശരിയാണ്, ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഈ ജാറങ്ങളിലേക്കും തങ്ങന്മാരിലേക്കും നമ്മുടെ മനസ്സ് പോകൂല. കാരണം മുവഹിദുകളാണ് നമ്മൾ, തൗഹീദുള്ളവരാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒന്നും നമ്മൾ ചെയ്യില്ല. എന്നാലും സൂക്ഷ്മതയോടുകൂടെ പോവുക. അങ്ങനത്തെ പല പോലീസും കാര്യങ്ങളും പറയുമ്പോൾ മൗനമായിട്ട് പോലും അതിനോടൊന്ന് സമ്മതം മൂളാൻ നമുക്ക് കഴിയരുത് അല്ലേ? സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മലീമസമായ ചുറ്റുപാടിനിടയിലാണ് നോമ്പെടുത്തുകൊണ്ട് നമ്മൾ പോകുന്നതെങ്കിൽ
ഒരു തിന്മയും നമ്മെ തീണ്ടാതെ, ഒരു തിന്മയിലേക്കും നമ്മൾ കടന്നു ചെല്ലാതെ നാം കൃത്യമായി സൂക്ഷ്മത പുലർത്തണം. അതേ, ആ നിനക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഒരാളെ നമ്മളോട് ദേഷ്യപ്പെട്ടു, തെറി വിളിച്ചു. സാധാരണ പല ആളുകളുടെയും സ്വഭാവം അനുസരിച്ച് തിരിച്ചും തെറി വിളിക്കും. നോമ്പിലൂടെ നമ്മൾ സംസ്കരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോമ്പ് കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ആ ശൈലി ഉണ്ടാവില്ല. ഇപ്പം നമ്മളതിന് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. എന്ത്? ഇന്നി അന സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. നീ പറയുന്നത് പോലെ പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ദേഷ്യം വന്നു, വീട്ടിൽ ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ കലഹമാണ്. അപ്പോൾ നോമ്പുള്ള ഈമാനുള്ള നോമ്പുകാരൻ പറയാ, ഇന്നി അന സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാ, എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ആ ശൈലി നോമ്പോടുകൂടെ നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് തഖ്വ. ഇങ്ങനെ മഹാനായ പ്രവാചകൻ ഒന്നുകൂടെ പഠിപ്പിച്ചു, വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. എന്താണ്? ആരെങ്കിലും മ്ലേച്ഛമായ സംസാരവും മോശമായ പ്രവൃത്തിയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഓൻ്റെ നോമ്പുകൊണ്ട് അള്ളാഹ്ക്കൊരു കാര്യമില്ല, അള്ളാഹിൻ്റെ അടുത്തൊരു കാര്യമില്ല. ഓൻ വെറുതെ പട്ടിണി കിടന്നു വെള്ളം കുടിക്കാതിരുന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തഖ്വയുള്ളവരായി തീരണം, സ്വർഗം കിട്ടുന്ന നോമ്പുകാരാകാൻ. അല്ലേ? ഇനി നാലാമതായും അവസാനമായി എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഒരു കൃത്യമായ പ്ലാനിങ് നോമ്പിനുണ്ടാകണം. അപ്പോഴേ ആ സ്വർഗം കിട്ടുന്ന, അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നോമ്പുകാരെ നമ്മൾ മാറുള്ളൂ. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു അപകടം കാര്യങ്ങൾ, നമ്മൾ നോമ്പൊക്കെ ശരിയാണ്, നോമ്പ് തുറയും, അതുപോലെ തന്നെ നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മൾ റമദാനിനെ കണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ കഴിഞ്ഞിട്ട് റമദാനിൻ്റെ അവസാനത്തെ 10 കുറിച്ച് പള്ളിയിൽ നിന്ന് ഖുതുബ ഇങ്ങനെ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ അവസാനത്തെ ഏതെങ്കിലും ആഴ്ചയിലെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാണ്, പടച്ചോനെ കൊല്ലത്ത് നോമ്പും കഴിയാണല്ലോ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയെക്കുറിച്ചാണല്ലോ കേൾക്കുന്നത്. അല്ലാഹുവേ, ഇപ്പോഴും ഒരു തവണ പോലും ഖുർആൻ ഓതി കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, നോമ്പിന് പട്ടിണി കിടന്നു എന്നല്ലാതെ, വെള്ളവും ഭക്ഷണവും പകലൊഴിവാക്കി എന്നല്ലാതെ എന്ത് അമല എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞത്? വലിയ നിരാശയിലേക്ക് റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ ആളുകൾ പോകും. വിശ്വാസികളെ, അതുണ്ടാകാതിരിക്കാനായി ഇപ്പം പറയുന്നത്, കൃത്യമായ പ്ലാനിങ്ങിൽ പോവുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ സുന്നത്തുകളും ഫർളുകളുമായ, അതുപോലെ നമ്മൾ ചെയ്യേണ്ട അമലുകളെ കൃത്യമായി കണക്കുകൂട്ടി ഈ ഒരു മാസം നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങൾക്കും ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തി. എനിക്ക് ആത്മാർത്ഥ, ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് രാവിലെയും പറഞ്ഞു, ഈ മാസത്തെ ഇന്നലെ എൻ്റെ നാട്ടിലെ പള്ളിയിൽ ക്ലാസ് എടുത്തപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, ഇന്നിപ്പോൾ എന്താ ഭക്ഷണം വേണ്ടത്? അപ്പോളോടും ഞാൻ പറഞ്ഞു, ഈ മാസം നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിലൊരു ചെറിയ നിയന്ത്രണം വരുത്തുക. അപ്പം തിരിച്ചിനോട് ചോദിച്ചു, അപ്പോൾ മക്കളെ കാര്യവും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കരിച്ചവും പൊരിച്ചവും കാണുമ്പോൾ അവരോടും പറഞ്ഞു ബോധ്യപ്പെടുത്തി റമദാനിന് ശേഷം അവർക്ക് ആവശ്യമുള്ളത് എന്തും നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും. വിശ്വാസികളെ, ഞാൻ പറയുന്നത് ഈ ഉമ്മത്ത് മൊത്തത്തിൽ അങ്ങനെ മാറണമെന്നാണ്. 11 മാസം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ഈ 12ാമത്തെ മാസം ഇബാദത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഭക്ഷണം ഉണ്ടാക്കണ്ടെന്നും കഴിക്കണ്ട ഇന്നത് പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. നോമ്പ് തുറപ്പിക്കണം, നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് വിഭവങ്ങൾ ഉണ്ടാക്കണം, അത് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി സൽക്കാരത്തിന് വേണ്ടി വിളിച്ചൊരു ചരിത്രം നമുക്കറിയില്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ കുഴപ്പമില്ലാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ തൻ്റെ അനുയായിയായ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അല്ലേ? ആ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ ആ മനുഷ്യനെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക്, ആ മനുഷ്യനല്ല വേറൊരു മനുഷ്യനെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ അന്ന് ഭക്ഷണമായിട്ടുള്ളത് ഗോതമ്പിൻ്റെ പരുപരുത്ത റൊട്ടിയും അതുപോലെ തന്നെ ആ നാട്ടിൽ ലഭിക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞ ചെറിയ കറിയുമാണ്. ഭക്ഷണം വിളമ്പി. ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് ഈ മനുഷ്യൻ നോക്കിയിരുന്നു, ഭക്ഷണം കഴിക്കണില്ല. ഉമർ റളിയല്ലാഹു
അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതിനേക്കാളും നല്ല ഭക്ഷണം എന്നെ കാത്തിരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനീ ഉണങ്ങിയ റൊട്ടി കഴിക്കണം? ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അന്ന് രാജ്യത്തിൻ്റെ ഗവർണറായി അല്ലെങ്കിൽ പിന്നെ അമീറായി നിൽക്കുന്ന സമയമാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ചെറിയ മാൻപേടയുടെ കരളെടുത്ത് കറി വെക്കുവാനും നല്ല മുന്തിരിക്കുലകളെടുത്ത് മുന്തിരിച്ചാറ് കൊണ്ട് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ മാർദ്ദവമേറിയ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാനും ഈ ഉമറിന് കഴിയില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിനേക്കാളും നല്ല ഭക്ഷണം വിഭവസമൃദ്ധമായി ഒരുക്കാൻ ഉമറിന് കഴിയും. പക്ഷേ ഞാൻ നാളെ എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ചെല്ലേണ്ടവനാണല്ലോ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവനാണല്ലോ എന്ന ബോധമാണ് അതൊക്കെ ഒരുക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത്. ഇത് കേൾക്കുന്ന മറ്റേ അടുത്തിരിക്കുന്ന മനുഷ്യൻ അതിഥി പറയുന്നത്, ആ ഉമറെ, പരിക്കൻ ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിലും നാട്ടിലെ നല്ല ഭക്ഷണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പരിഹസിച്ചു. ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. വിശ്വാസികളെ, ഭക്ഷണത്തിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നതല്ല, നമുക്ക് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പരിധിയും പരിമിതിയും കണക്ക് കൂട്ടിയിട്ടല്ല ഈ മാസത്തെ നമ്മുടെ കർമ്മങ്ങളിൽ ഇബാദത്തുകൾക്ക് പ്രാമുഖ്യം നൽകണം അല്ലേ? പ്ലാനിങ് കൃത്യമായി ഉണ്ടായാൽ നമുക്കത് പറ്റും അല്ലെ? ഒരു തവണ ഖുർആൻ ഓതി തീർക്കണം എന്ന് തീരുമാനിക്കുന്നവർ ഒരു ദിവസം എത്ര ഓതണമെന്ന് ആലോചിക്കുകയും ഇന്നലെ മുതൽ അത് ഓതി തുടങ്ങുകയും ചെയ്യണം. ഇന്നലെ ഓതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് അതുകൂടി കവർ ചെയ്ത് ഓതി തീർക്കണം. സിമ്പിളാണ് അല്ലേ? എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞ് 1.5 മണിക്കൂർ ഉറങ്ങണ മനുഷ്യൻ വിചാരിക്കാണ് എനിക്ക് ഒരു തവണ ഖുർആൻ ഓതി തീർക്കണം. 1.5 മണിക്കൂർ ഉറക്കൊഴിവാക്കിയിട്ട് 1 മണിക്കൂറേ ഞാൻ ഉറങ്ങുള്ളൂ തീരുമാനിച്ചാൽ മതി. ആ 1/2 മണിക്കൂർ ഓതിയ അവർക്ക് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ 30 ജുസ് ഓതി തീർക്കാം. അല്ലെങ്കിൽ വേണ്ട, ളുഹറിന് ശേഷമാണ് നിങ്ങൾക്ക് സമയം, 1/2 മണിക്കൂർ മാറ്റി വെക്കി. തറാവീഹിന് ശേഷമാണോ? അതല്ല, നോമ്പ് തുറയുടെയും തറാവീഹിന്റെയും ഇടയിൽ ലഘുഭക്ഷണം കഴിച്ച് തറാവീഹിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി ആ തറാവീഹിന്റെയും നോമ്പ് തുറയുടെയും ഇടയിൽ അല്പസമയം ഓതാൻ പറ്റുമോ? ഇനി ഇതൊന്നും കഴിയില്ല. അങ്ങനെ 1/2 മണിക്കൂറൊക്കെ ഉണ്ട് ഒഴിഞ്ഞിരുന്നാൽ ക്ഷീണമാണ്, ഉറക്കം വരും. പിന്നെ അടുത്തൊരു നമുക്ക് പ്രായോഗികമായ പ്ലാനിങ്ങിക്ക് നമ്മൾ എത്തണം. ഒരു നിസ്കാരം നടക്കുന്ന സമയത്ത് ഒരു 4 പേജ് എന്ന് പറഞ്ഞാൽ 2 ഏടാണ് കേട്ടോ. ഒരു പേജ് ഇതാണ്, ഒരു പേജ് ഇതാണ്, ഇതൊരു ഏടാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു 2 ഏട് ഒരു വക്ത് നിസ്കാരത്തിന്, ഒരു ഏട് നിസ്കാരത്തിന് മുമ്പ്, ഒരു ഏട് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി. 5 നേരം അങ്ങനെ ഓതുകയാണെങ്കിൽ ഒരു ദിവസം 20 പേജ് ഓതാം. ഒരു ദിവസം 20 പേജ് ഓതിയാൽ 600 പേജ് ഒരു മാസം കൊണ്ട് 30 ജുസ് ഒരു മാസം കൊണ്ട് സിമ്പിളായി ഓതി തീർക്കാം. 2 വട്ടമാണെങ്കിൽ 2 വട്ടം ഖുർആൻ ഓതണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വേണം അല്ലേ? 40 പേജ് ഒരു ദിവസം ഓതണം. വിശ്വാസികൾ ആദ്യം ഇപ്പം തീരുമാനിച്ച് എന്തെങ്കിലും പാളിച്ച ഇന്നലെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണം അല്ലേ? ഖുർആൻ ഇറങ്ങിയ മാസമാണ് അല്ലേ? നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ദുരന്തം എന്താ അറിയോ? ശൈത്താൻ്റെ ഇടപെടലായിരിക്കാം. റമദാൻ മാസമായി കഴിഞ്ഞാൽ നടക്കണ ഖുർആൻ ക്ലാസ് കൂടി നമ്മളത് നിർത്തിയേക്കും. സുബഹിന്റെ സമയത്തോ നോമ്പ് തുറയോടുകൂടെ ഒക്കെ നടത്താവുന്ന ഒരു സംവിധാനമാണ്. ശരിക്ക് റമദാനിന്റെ പ്രത്യേകത റമദാൻ മാസം മുമ്പ് ഇല്ലാത്തൊരു സാധനമൊന്നുമില്ല. ഖുർആൻ ഇറങ്ങുന്നതിന് മുൻപും റമദാനുണ്ട്. പക്ഷേ അന്നില്ലാത്ത പ്രത്യേകത ഖുർആൻ ഇറങ്ങിയതിന് ശേഷം റമദാൻ മാസത്തിന് പ്രത്യേകം ഉണ്ടായി. കാരണം എന്താ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ റമദാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ആ മാസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. നോമ്പ് പോലും നിർബന്ധമാക്കിയത് ഖുർആൻ അവതരിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? എന്നിട്ടോ ആ മാസം നമ്മൾ ഖുർആനെ അവഗണിക്കുക. വിശ്വാസികൾ അങ്ങനെ ആവരുത്. ഖുർആൻ ഒരായത്തെങ്കിലും ഒരു ദിവസം മനപ്പാടാക്കാൻ ശ്രമിക്കുക. ഒരായത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഒരായത്ത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ നിന്ന് ഒരായത്ത് നമ്മൾ മനപ്പാടാക്കിയാൽ ഒരു കൊല്ലം സൂറത്തുൽ ബഖറയിൽ നിന്ന് 30 ആയത്തെ നമുക്ക് മനപ്പാടാക്കാൻ പറ്റൂലേ? ഒരു 10 കൊല്ലം അങ്ങനെ ഓരോ ആയത്ത് പഠിച്ച നമുക്ക് 300 ആയത്ത്
പിന്നെ ആ 10 കൊല്ലം കൊണ്ട് മനപ്പാടാക്കാൻ കഴിയില്ലേ? വിശ്വാസികളെ എത്ര കാലമായി നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്, ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി, എത്ര ആയത്ത് നമുക്ക് കാണാതറിയാം. നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വിധേയമാകേണ്ടവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ജനത എന്റെ ഈ ഗ്രന്ഥത്തെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞുവെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ജനതയിൽ നമ്മൾ ഉണ്ടാകില്ലേ? തീരുമാനിക്കണം, പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോകണം. ഈ ദിവസങ്ങളിൽ എൻ്റെ കഴിവനുസരിച്ച് എത്രായത്തെ ഞാൻ പഠിക്കും. അപ്പൊ നമുക്ക് തോന്നി ഈ പഠിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എന്ന്. ഇനിയിപ്പം അതൊക്കെ വെറുതെ നമ്മുടെ മനസ്സിലേക്ക് പിശാചിട്ട് തരുന്ന ദുർബോധനങ്ങളാ. സഹാബത്ത് മുഴുവൻ 5 വയസ്സിൽ ഹിഫ്ള് കോഴ്സിന് കൊണ്ടുപോയി ചേർത്തിട്ടാണോ ഹിഫ്ളാക്കി ഖുർആൻ മനഃപ്പാഠമാക്കിയത്? 60-70 വയസ്സു പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ചെന്നിരുന്ന് ഇന്ന സൂറത്ത് ഞാൻ മനഃപ്പാഠമാക്കിയത് ഇന്ന പ്രസംഗത്തിൽ വെച്ച് റസൂലുള്ള, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ റസൂലുള്ള അത് ആവർത്തിച്ചോദിയത് കേട്ടിട്ടാണ് എന്ന് പറയുന്ന സ്വഹീഹായ എത്ര ഹദീസ് ഉണ്ട് അല്ലേ? സ്വഹാബത്തിൽ ഭൂരിഭാഗം ആളുകളും ചെറുപ്പത്തിലല്ല ഖുർആൻ പഠിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അപ്പൊ നമ്മുടെ മനസ്സും നമ്മുടെ തീരുമാനവും ഒന്നിച്ചു പോയാൽ നമുക്ക് കഴിയും. പിന്നെ അതിനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഖുർആൻ പഠിക്കാൻ കഴിയുന്നില്ല, പഠിച്ച ഖുർആൻ ഹിഫ്ള് മനസ്സിൽ നിൽക്കുന്നില്ല എന്നവരോട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിൽ നീ കുടിയിരുത്തിയ തിന്മകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. നിരന്തരം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉണ്ടാകും, അത് ഒഴിവാക്കണം. ഒരു തെറ്റ് ആദ്യം ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടാവും, പിന്നെ ചെയ്യുമ്പോൾ അത് കുറയും. ചെയ്ത് അവസാനം ആ തെറ്റായി ആ മനുഷ്യന് തോന്നാതാകും. അങ്ങനത്തെ കുറെ തിന്മകൾ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ഖുർആൻ പഠിച്ചാൽ പഠിയില്ല എന്നാണ് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്. ഖുർആനും തിന്മയും ഒരേ മനസ്സിൽ ഒരുപോലെ നിലനിൽക്കില്ല. തിന്മയുള്ളിടത്ത് ഖുർആൻ ഉണ്ടാവില്ല, ഖുർആനുള്ള തിന്മ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ തിന്മയെ ഒഴിവാക്കണം, എന്നിട്ട് ഖുർആൻ പഠിക്കാതിരിക്കണം. അപ്പൊ അത് വലിയൊരു പാഠമാണ്. ആ നിലക്ക് നമ്മൾ എത്ര ഖുർആൻ പഠിക്കുമെന്ന് തീരുമാനിക്കണം. ഖുർആനിന്റെ അർത്ഥം എത്ര തവണ ഈ വർഷം നമ്മൾ മനസ്സിരുത്തി വായിക്കും അല്ലേ? അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാഉം നമ്മൾ ചെല്ലുന്നതിന്റെ രൂപം എങ്ങനെയാണ്? യാത്രയിലാണോ, പള്ളിയിലിരുന്നു കൊണ്ടാണോ, വീട്ടിൽ വെച്ചാണോ, ഏത് സമയത്താണ്? പ്ലാനിങ് ഉണ്ടാവണം. പ്രാർത്ഥനകൾക്ക്, ഇസ്തിഗ്ഫാറിന് നമ്മൾ മാറ്റിവെക്കുന്ന സമയം ഏതാണ്? നമ്മുടെ നോമ്പിൽ ആ പ്ലാനിങ് കൃത്യമായിട്ടുണ്ടാകണം. സഹോദരങ്ങളെ, സകാത്തിന്റെ വിഷയത്തിൽ വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എനിക്ക് ഈ വർഷം സ്വതക്കയായി എന്തിനൊക്കെ നൽകാൻ കഴിയും? നമ്മുടെ നാട്ടിലെ മതസംവിധാനങ്ങൾ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ സ്വതക്ക നൽകാവുന്ന ഓരോന്നിനെ കുറിച്ചും നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോയാലേ എന്താകുള്ളൂ അറിയോ? റമദാൻ കഴിയുമ്പോൾ ശരിക്ക് സ്വർഗം ലഭിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നോമ്പുകാരായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും നമ്മൾ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മെക്കുറിച്ച് പരാതി പറയുന്ന നോമ്പായി ഈ നോമ്പ് മാറും. നമ്മളെ വീട്ടിക്ക് പിന്നെ ഒരു അതിഥി കടന്നു വന്നിട്ട് ആ അതിഥിയെ നമ്മൾ നന്നായി സൽക്കരിച്ച ആ അതിഥി നമ്മളെക്കുറിച്ച് നല്ലത് പറയും അല്ലേ? എന്നാൽ ആ അതിഥിയെ നമ്മൾ മോശമായിട്ടാണ് സൽക്കരിച്ചതെങ്കിലോ ആ അതിഥി 4 ആളെ മുന്നിൽ വെച്ചിട്ട് നമ്മളില്ലെങ്കിലും പറയും, അന്ന് ഓൻ്റെ പെരയ്ക്ക് പോയ മാതിരി ആകരുത് എന്ന്. നമ്മളെക്കുറിച്ച് പരാതിയെ പറയാം. ഇതുപോലെയാണ് പലപ്പോഴും നോമ്പിനെ നമ്മൾ ശരിക്കും ആദരിച്ചും നോമ്പിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തും പോയാൽ നോമ്പ് നമ്മളെ നല്ല രൂപത്തിൽ സ്മരിക്കും. അതല്ലെങ്കിൽ നമ്മെക്കുറിച്ച് നോമ്പ് പരാതി പറയും, ആ മനുഷ്യൻ്റെ നോമ്പ് പോലെ. വിശ്വാസികളെ അങ്ങനെ ആവരുതില്ലേ? അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക, ആലോചിക്കുക. വീഴ്ചകളുണ്ടെങ്കിൽ പടച്ചറബിനോട് പാപമോചനം തേടുക. എന്നിട്ട് ഈ നോമ്പിനെ ശരിക്ക് തെറ്റുകളിൽ നിന്ന് മുക്തമായൊരു മനസ്സോടെ ഈ നോമ്പിലേക്ക് പ്രവേശിച്ച് നോമ്പ് അനുഷ്ഠിച്ച്
മുത്തഖിയായി സ്വർഗാവകാശിയായി നോമ്പിൽ നിന്ന് പിരിയുന്ന അവസ്ഥയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖുർആൻ പാരായണവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ മറ്റ് അമലുകളും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുന്ന അമലാക്കി തീർക്കണേ അല്ലാഹുവേ, കഴിഞ്ഞ നോമ്പുകളിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു നൽകുകയും നല്ല രൂപത്തിൽ ഈ വർഷത്തെ നോമ്പ് മുഴുവൻ അനുഷ്ഠിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഐന സ്വാഇമൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പുകാരെ റയ്യാൻ എന്ന കവാടം തിരയുമ്പോൾ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഈ നാടിനെ നന്മയുടെ നാടാക്കി ഞങ്ങളുടെ വീടിനെ തിന്മയിൽ നിന്ന് മുക്തമായ വീടുകളാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.